ജില്ലാ മീഡിയ കൺവീനർ ശരത്ത്, ജില്ലാ സെക്രട്ടറി വൈശാഖ്, ജില്ലാ കമ്മിറ്റി അംഗം ആദർശ്, ജിത്തു രഘുനാഥ്, രാഹുൽ, കൃഷ്ണനുണ്ണി, അതുപോലെ തന്നെ സഹപ്രവർത്തകരെ, നല്ലവരായ രാജ്യസ്നേഹികളെ ഏവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ യുവ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ സമയത്ത് ഈ പത്തനംതിട്ടയുടെ തെരുവീതികളിലൂടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതിന്റെ കാരണത്തെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ജില്ലയിൽ നിന്നോ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നോ വിജയിച്ചു പോയിക്കൊണ്ടിരുന്ന ഇവിടുത്തെ MP ആന്റോ ആന്റണി അദ്ദേഹം വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന പറയുകയുണ്ടായി. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജവാന്മാർ, ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ജവാന്മാർ, നമ്മൾ കിടന്നിറങ്ങുന്ന സമയത്ത് നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജീവനും സ്വത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന ജവാന്മാരെ ആക്ഷേപിച്ച പ്രസ്താവനയാണ് ഇവിടുത്തെ ആന്റോ ആന്റണി നടത്തുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ KPCC അധ്യക്ഷൻ എനിക്ക് ഇവിടുത്തെ ആന്റോ ആന്റണി വിളിക്കാനുള്ളത് യാതൊരു മടിയും കൂടാതെ പറയാം. നീ ഒരു തീവ്രവാദിയാണ് ആന്റോ ആന്റണി, നീ ഒരു വർഗീയവാദിയാണ്. ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളെ, ഈ രാജ്യത്ത് സഹോദരങ്ങളായി ഈ രാജ്യം സ്നേഹമുണ്ട്, ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങളെ ഇവിടെ ഭിന്നതയുണ്ടാക്കുന്ന, ഈ രാജ്യത്തിന് രോഗം വരുന്ന രീതിയിൽ ഈ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളെ മുന്നിൽ അപമാനിക്കുന്ന ജവാന്മാരെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് ഈ ആന്റോ ആന്റണി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ആന്റോ ആന്റണിയാണ് ഈ വർഷം ജനവിധി നേടാൻ വേണ്ടി നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കടന്നുകൊണ്ടിട്ടുള്ളത്. ഒരു നാണിക്കത്ത MP, ഈ നാടിന് നാണിക്കലായിട്ടുള്ള MP, ഈ MP വരുന്ന ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വർഗീയവാദിയായിട്ടുള്ള ഒരു പരമാവധി MP ഓരോ ജനങ്ങളോ വിഷമിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയ്ക്കെതിരെയായിരിക്കും ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. തന്നെ വാക്കുകൾ നമസ്കാരം. രാജ്യത്തിന്റെ സൈനികരെ അപമാനിച്ചറിയാൻ
ബാക്കി